സെനറ്റിലേക്ക് കേരള സർവകലാശാല നിർദ്ദേശിച്ചവരെക്കാൾ യോഗ്യത ചാൻസലർ നോമിനേറ്റ് ചെയ്തവർക്കുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി. ഇക്കാര്യം പരിശോധിക്കാമെന്നും കോടതി അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ABVP നടത്തിയ മാർച്ചിനിടെ സംഘർഷമുണ്ടായി. കേരള സർവകലാശാലയിലേക്ക് ചാൻസലർ നോമിനേറ്റ് ചെയ്ത 4 വിദ്യാർത്ഥികളുടെ നിയമനം റദ്ദു ചെയ്യണമെന്ന ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ചാൻസലർ നിയമിച്ചവരുടെ യോഗ്യത വ്യക്തമാക്കണമെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. സർവകലാശാല നിർദ്ദേശിച്ചവരെക്കാൾ യോഗ്യത ചാൻസലർ നിയമിച്ചവർക്കുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടു. സെനറ്റ് നിയമനത്തിൽ വിവേചനാധികാരമുണ്ടെന്ന് ചാൻസലർ കോടതി അറിയിച്ചു. നിയമനത്തിൽ പ്രത്യേക നടപടിക്രമങ്ങളില്ല. ഈ സാഹചര്യത്തിൽ വിവേചനാധികാരം ഉപയോഗിക്കാമെന്നും ചാൻസലറുടെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചു. സെനറ്റിലേക്ക് ചാൻസലർ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികളുടെ നിയമനത്തിനുള്ള സ്റ്റേ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. ഹർജി ഹൈക്കോടതി ജനുവരി 2-ാം വാരം വീണ്ടും പരിഗണിക്കും. ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ SFI നടപടിയിൽ പ്രതിഷേധിച്ച് ABVP കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ അപ്രതീക്ഷിതമായി മതിൽ ചാടിക്കടന്ന് VC-യുടെ വസതിയിലേക്ക് ഓടിക്കയറി. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് പ്രവർത്തകരെ തടഞ്ഞത്. തുടർന്ന് കൂടുതൽ പോലീസ് എത്തി മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. സർവകലാശാല ആസ്ഥാനത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ABVP സമരകേന്ദ്രം മാറ്റിയതാണ് പോലീസിനെ വെട്ടിലാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.